നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഫേസിലേക്ക് കടക്കുകയാണ്. നമ്മൾ 2 ഫേസസ് ഇപ്പോൾ പഠിച്ചു. അടുത്തതാണ് മൂന്നാമത്തെ എന്തായിരുന്നു? കോഡിംഗ് ദ പ്രോഗ്രാം അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ അൽഗോരിതം ഫ്ലോ ചാർട്ടും കണ്ട കസ്റ്റമർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോഡ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം ഈസ് കോൾഡ് കോഡിംഗ്. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നതിനെയാണ്, അത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാംസ് ആർ അവൈലബിൾ ടു റൈറ്റ് ദ കോഡ് ഇൻ കമ്പ്യൂട്ടർ. ദ പ്രോഗ്രാം റിട്ടൺ ഇൻ എനി ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോൺ ആസ് സോഴ്സ് കോഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതൊരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന കോഡിനെ, പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ്. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന ഏതെങ്കിലും ലാംഗ്വേജസിലായിരിക്കുമല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? നമുക്കിപ്പോൾ സി എടുക്കാം, C++, ജാവ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, പൈത്തൺ, അങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലേ? ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ആ ലാംഗ്വേജസിനൊക്കെ നമ്മൾ വിളിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന ആ ഒരു പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോഡിംഗ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ അൽഗോരിതം ഫ്ലോ ചാർട്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതുന്നു. ഓക്കെ, അടുത്ത ഫേസ് വരുന്നത് എന്തായിരുന്നു? ട്രാൻസ്ലേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി കോഡ് എഴുതി. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റണ്ടേ? ഓക്കെ, ട്രാൻസ്ലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ഇറ്റ്സ് ഇക്വാലന്റ് വേർഷൻ ഇൻ മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതിയ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും അതിൻ്റെ മെഷീൻ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫേസിൽ ചെയ്യുന്നത്. ദ കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ, കണ്ടോ, കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. Compiler or interpreter is used for this purpose. During this step, the syntax errors of the program will be displayed. എന്താണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴേക്കും അതിൽ വരുന്ന സിൻടാക്സ് എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. These errors are to be corrected and the process will be continued till we get a message such as no errors or warnings or successful compilation. This version of source code is known as object code. Okay, അതായത് നമ്മളിപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിയുമ്പം അതിലെന്തെങ്കിലും സിൻടാക്സ് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് തിരുത്തുക. ഓക്കെ, ദീസ് എറേഴ്സ് ആർ ടു ബി കറക്റ്റഡ്. ആ എറേഴ്സ് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഒരു നോ എറേഴ്സ് ഓർ വാർണിങ്സ് ഒരു മെസ്സേജ് വരിക, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കമ്പൈൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടുന്നത് വരെ നമ്മൾ അതിലേക്ക് എത്തിക്കുക. ഓക്കെ, അതായത് നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്തിൻ്റെ ഹെൽപ്പോടുകൂടി? കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് സിൻടാക്സ് എറേഴ്സ് വരും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ തിരുത്തണം. ഓക്കെ, തിരുത്തിയിട്ട് നമുക്ക് ഫൈനൽ എന്ത് കിട്ടണം? നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് നോ എറേഴ്സ് ഓർ വാർണിങ്സ് എന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ സക്സസ്ഫുൾ കമ്പൈലേഷൻ എന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടണം. ഓക്കെ, അതിലേക്ക് എത്തിച്ചേരണം. This version of source code is known as object code. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു കോഡിനെയാണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഴ്സ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റ് കോഡായിരിക്കും. ഓക്കെ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിന് സോഴ്സ് കോഡ് എന്ന് പറയും. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റ് കോഡായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ട്രാൻസ്ലേഷൻ എന്താ, കോഡിംഗ് എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണെന്നുള്ളത് ഓക്കെ അല്ലേ? നമ്മുടെ 5ാമത്തെ ഫേസ് ആയിട്ട് വരുന്നതാണ് ഡീബഗ്ഗിങ്. ഓക്കെ, എന്താണ് ഡീബഗ്ഗിങ്? പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ നോൺ ആസ് ബഗ്സ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തായാലും എറർ വരും എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ആ ഒരു എറേഴ്സിനെയാണ് നമ്മൾ ബഗ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എറേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു ബഗ്ഗിനെ ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് പ്രോഗ്രാമിൽ വരുന്ന എറേഴ്സിനെ നമ്മൾ ബഗ്സ് എന്ന് വിളിക്കും. ഈ ഒരു ബഗ് ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നതിന് ഡീബഗ്ഗിങ് എന്ന് വിളിക്കും. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ദിസ് എറേഴ്സ് ആർ കോൾഡ് ഡീബഗ്ഗിങ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻ ജനറൽ ദർ ആർ 2 types of errors, syntax error and logical error. 2 ടൈപ്പ് ഉണ്ട്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞല്ലേ സിൻടാക്സ് എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു ട്രാൻസ്ലേഷൻ്റെ ടൈമിൽ. ഓക്കെ, അപ്പോൾ സിൻടാക്സ് എററും ഉണ്ട്, ലോജിക്കൽ എററും ഉണ്ട്. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the rules or syntax of the language are not followed, then syntax error occurs and it is displayed after the compilation. എന്താണ്? കമ്പൈലേഷന് ശേഷമായിരിക്കും ഈ ഒരു സിൻടാക്സ് എറർ നമുക്ക് കാണുന്നത്. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസിൽ വരുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ സിൻടാക്സ് നമ്മൾ കൊടുക്കുന്നതിലുള്ള മിസ്റ്റേക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രോഗ്രാം എഴുതുമ്പം നമുക്ക് ഇപ്പോൾ C++ൽ നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഏതൊരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഒരു സെമി കോളണിലായിരിക്കും. ഓക്കെ, ഒരു സെമി കോളണിൽ വേണം നമ്മളത് എൻഡ് ചെയ്യാൻ.
അപ്പോൾ നമ്മൾ ഈ സെമിക്കോളൻ ഇട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിത് ഇടാൻ മറന്നു, നമ്മൾ നേരെ ഇൻറ്റ് എ എന്ന് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ, സെമിക്കോളൻ ഇട്ടില്ല. ഇങ്ങനെയുള്ളതാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു റൂളാണ്, നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമിക്കോളൻ ഇടണം. അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു കേളി ബ്രാക്കറ്റ് വേണം, ഓപ്പൺ ചെയ്യണം, അതുപോലെ അത് ക്ലോസും ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള റൂൾസ് നമ്മൾ തെറ്റിക്കുമ്പം അങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ സിൻടാക്സ് എറർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് കമ്പൈലേഷന് ശേഷം മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വരുന്നത് എന്താ? ലോജിക് എറർ അല്ലേ? അതെന്താ സംഭവം? when the logic of a program is wrong, then the logical errors occurred and it is not displayed after compilation but it is displayed in the execution and testing phase. എന്താണ്? ലോജിക്കൽ വരുന്ന മിസ്റ്റേക്സിനെയാണ് നമ്മൾ ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കമ്പൈലേഷന് ശേഷം അല്ല നമുക്ക് മനസ്സിലാവുക, ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിലായിരിക്കും നമ്മൾ മനസ്സിലാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 2 നമ്പർ എഴുതി, നമ്മളിപ്പം ഇൻറ്റ് എ ബി എന്ന് നമ്മൾ എഴുതി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമ്മാണ്, പക്ഷെ നമ്മൾ സം ഈക്വൽ ടു എ മൈനസ് ബി എന്ന് നമ്മൾ എഴുതി, മാറിപ്പോയി. പ്ലസ് എഴുതുന്നതിന് പകരം നമ്മൾ മൈനസ് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എക്സിക്യൂട്ട് ആവുമല്ലോ, എക്സിക്യൂട്ട് ആവും, കമ്പൈൽ ആവും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസറിൽ ചേഞ്ച് വരും അല്ലേ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈനസിന് പകരം നമുക്ക് പ്ലസ് ആയിരുന്നു ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിനെയാണ് നമ്മൾ ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻറ്റ് എ കൊമ ബി എന്ന് പറഞ്ഞു, എസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവോ? ഇല്ല, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അത് അവർ ഫോളോ ചെയ്തു. പക്ഷെ നമുക്ക് കിട്ടേണ്ടിരുന്നത് എ പ്ലസ് ബി ആണെന്നുള്ളത് നമുക്കാണ് മനസ്സിലാവുക. അപ്പം നമുക്കത് എപ്പോഴാണ് മനസ്സിലാവുക? എക്സിക്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസ് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ലോജിക്കൽ എറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീബഗിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫേസ് ആണ്. ആ ഒരു ഡീബഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബഗ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലേ, പ്രോഗ്രാമിൽ വരുന്ന എറർ ബഗ് എന്ന് പറഞ്ഞു. അത് ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡീബഗിംഗ് എന്ന് പറഞ്ഞു. 2 ടൈപ്പ് എറേഴ്സ് ഉണ്ട്, സിൻടാക്സ് എററും ഉണ്ട്, ലോജിക്കൽ എററും ഉണ്ട്. സിൻടാക്സ് എന്ന് പറയുന്നത് റൂളിൽ, നമ്മുടെ സിൻടാക്സ് നമ്മൾ കൊടുക്കേണ്ട റൂൾസിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടുണ്ടാവുന്നതാണ് സിൻടാക്സ് എറർ. അത് എപ്പോഴാണ് വരിക? കമ്പൈലേഷന് ശേഷം. ഓക്കെ, ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ലോജിക്കൽ നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ അതെപ്പോഴാണ് മനസ്സിലാവുക? എക്സിക്യൂട്ടിങ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിൽ. അപ്പോൾ ഈ ഒരു ഫേസ് ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ഫേസ് ആണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീബഗിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കൈ കിട്ടി, ഇനി നമ്മളത് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ടെസ്റ്റ് ഡേറ്റ എടുക്കും. എന്തിനാണ്? നമുക്കിത് വർക്കിംഗ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കറക്റ്റ് ഔട്ട്പുട്ട് ആണോ നമുക്ക് തരുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, there is a chance of another type of error that may be due to the inappropriate data that is encountered in an operation. നമ്മളൊരു കൊടുത്തിരിക്കുന്ന ഡേറ്റയിലുള്ള പ്രോബ്ലം കാരണം നമുക്കൊരു എറർ ഇവിടെ സംഭവിക്കാം. ഓക്കെ, അങ്ങനത്തെ എറേഴ്സിനെ നമ്മൾ റൺ ടൈം എറർ എന്ന് പറയും. ഓക്കെ, അപ്പം 3 ടൈപ്പ് എറേഴ്സ് ഉണ്ട്, സിൻടാക്സ് എറർ ഉണ്ട്, ലോജിക് എറർ ഉണ്ട്, റൺ ടൈം എറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് 3 എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫേസിൽ എന്തൊക്കെയാണ്? നമ്മുടെ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളത് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റേജ് വരുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇങ്ങനെ എന്ത് വാങ്ങിച്ചാലും നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ അതിൻ്റെ കൂടെ കിട്ടും അല്ല, അതിൻ്റെ യൂസർ മാനുവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ കിട്ടും, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റവും ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ അത് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. A computerized system cannot be considered to be complete until it is properly documented. Documentation is an ongoing process that starts in the problem study phase. Problem study phase മുതൽ, അതായത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആ ഒരു ഫേസ് മുതലേ ഉള്ളതാണ് ഈ ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കണ്ടിന്യൂസ് ടിൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഈ ഇന്റേണൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്ത പ്രോഗ്രാം ആ ഒരു സോഴ്സ് കോഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ആയിട്ട് പറയും. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, ഇത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. 7 ഫേസസ് ഉണ്ട്. അപ്പം നമ്മളത് ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു ഫേസസിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് അൽഗോരിതം. എന്താണ്? നമ്മൾ അൽഗോരിതം എന്താണെന്നുള്ളത് പഠിച്ചല്ലേ? അൽഗോരിതം നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും എഴുതുന്നത്, ഇപ്പോൾ 10 പേർക്ക് ഒരു സെയിം പ്രോബ്ലം 10 പേർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുക. 10 പേര് എഴുതുന്നത് ഒരേപോലെ ആയിരിക്കുമോ? അല്ലല്ലേ, വ്യത്യാസം ഉണ്ടാവും അവർ എഴുതുന്നതിൽ. അപ്പോൾ അതിലേതാണ് ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ മിനിമം മെമ്മറി സ്പേസ് യൂസും ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള അൽഗോരിതംസിനെയാണ്
എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ബെസ്റ്റ് അൽഗോരിതം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. നോക്കിക്കേ, ഫൈൻഡ് ദി സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് അല്ലേ. ഓക്കെ, നമുക്ക് ഒരു 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കണ്ടുപിടിക്കണം. അതിനിവിടെ 2 മെത്തേഡിൽ ഇവർ കൊടുത്തിട്ടുണ്ട്, 2 അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ, സ്റ്റാർട്ട് കൊടുത്തു, 3 നമ്പർ ഇൻപുട്ട് ചെയ്തു, സമ്മ് കണ്ടുപിടിച്ചു, ദെൻ ആ സമ്മിന് 3 വെച്ച് ഡിവൈഡ് ചെയ്തു, പ്രിന്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് വരുമ്പോൾ എങ്ങനെയാണ്, സെയിം സ്റ്റാർട്ട് കൊടുത്തു, 3 ഇൻപുട്ട് ചെയ്തു, എസ് എന്താന്ന് കണ്ടുപിടിച്ചു, A + B + C. ദെൻ ആവറേജ് എന്ന് പറയുമ്പോഴേക്കും ഇവരിവിടെ എന്ത് ചെയ്യുന്നത്, ഒന്നോടെ ചെയ്യാണ്, A + B + C ഡിവൈഡഡ് ബൈ 3. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ചെയ്യാണ്. ഇവിടെ വന്നപ്പോൾ എന്താ, നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ നമ്മൾ ഇങ്ങോട്ട് യൂസ് ചെയ്യുക ചെയ്തത്. പക്ഷെ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, എഗെയിൻ ഇവിടെ വീണ്ടും നമ്മളത് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താ സംഭവം, ഈ 2 എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ബെറ്റർ എന്ന് നിങ്ങൾ പറയാ, ഫസ്റ്റ് വൺ അല്ലേ. കാരണം എന്താ, ഇവിടെ ടൈം അവർ കൺസ്യൂം ചെയ്യുന്നത് കുറവാണല്ലേ. ആദ്യം ഓൾറെഡി നമ്മൾ സമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ നേരെ ആൻസർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ അൽഗോരിതം 2 വരുമ്പോൾ എന്താ, അതൊന്നുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് വീണ്ടും മെമ്മറിയും പോകുന്നുണ്ട്, അതുപോലെ ടൈമും കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ഫസ്റ്റത്തെയാണ് എഫിഷ്യൻ്റ് എന്ന് നമ്മൾ പറയാം. കാരണം ലെസ് ടൈം, അതുപോലെ തന്നെ ലെസ് മെമ്മറി സ്പേസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അൽഗോരിതം എഫിഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ അത് ബെറ്റർ പെർഫോമൻസ് ആണോ കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അതെന്താന്നുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അൽഗോരിതംസ് ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിൽ ലാർജസ്റ്റ് ഏതാണ് കണ്ടുപിടിക്കുന്ന അൽഗോരിതമാണ്. നമുക്ക് 2 തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്തു, 3 നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ഒരു ഇഫ് കേസ് കൊടുത്തിട്ടുണ്ട്, M1 ഈസ് ഗ്രേറ്റർ ദാൻ M2 ആൻഡ് M1 ഈസ് ഗ്രേറ്റർ ദാൻ M3. എന്താണ്, M1 M2നേക്കാളും M3നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ M1 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതിൽ M2 M1നേക്കാളും M3നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ M2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, M3 എന്ന് പറയുന്നത് M1നേക്കാളും M2നേക്കാളും വലുതാണെങ്കിൽ M3 പ്രിന്റ് ചെയ്യാൻ വന്നു. അപ്പോൾ 3 തവണ ഇവിടെ കണ്ടീഷൻ ചെക്കിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കിക്കേ, സ്റ്റാർട്ട് കൊടുത്തു, 3 നമ്പർ ഇൻപുട്ട് ചെയ്തു. ഇവിടെ M1 എന്ന് പറയുന്നത് M2നേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്തു, ബിഗ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തിട്ട് ബിഗ് എന്തായി, M1 ആക്കി മാറ്റി. എൽസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, M2 ആയിരിക്കും അല്ലെ ബിഗ്. അപ്പോൾ ബിഗ് ഈക്വൽ ടു M2 എന്ന് കൊടുത്തു. പിന്നെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഇഫ് M3 ഗ്രേറ്റർ ദാൻ ബിഗ്. നമുക്ക് 3 നമ്പർ ഉണ്ടല്ലേ, അപ്പോൾ M3 എന്ന് പറയുന്നത് ബിഗിനേക്കാളും വലുതാണെങ്കിൽ ബിഗ് എന്താവും, M3 ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുക, ബിഗ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റോപ്പ്. അപ്പോൾ ഈ 2 കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഏതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്? സെക്കൻഡ് വൺ ആണ്, അതായത് സെക്കൻഡ് അൽഗോരിതം. അവിടെ ആകെ നമുക്ക് 2 തവണ കണ്ടീഷൻ ചെക്കിങ്ങും ഉള്ളൂ, അതുപോലെ തന്നെ ഒത്തിരി തവണ അവിടെ വരുന്നില്ല അല്ലെ. നമുക്ക് ടൈം കൺസ്യൂമിങ് ഇവിടെ എന്താ കുറവാണ്. പക്ഷേ ഫസ്റ്റത്തെ കേസ് നോക്കിക്കേ, 3 തവണ നമുക്ക് ഇഫ് കണ്ടീഷൻ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതാണ്, കമ്പാരിറ്റീവ്ലി നമുക്ക് സെക്കൻഡ് അൽഗോരിതം ആണ് ഇവിടെ ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ എല്ലാ ടോപ്പിക്സും ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയി, നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, പ്രോഗ്രാം എറേഴ്സ് ആർ നോൺ ആസ് ഡാഷ്. എന്തായിരുന്നു പ്രോഗ്രാം എറേഴ്സിനെ നമ്മൾ വിളിക്കുന്നത്? ബഗ്സ് അല്ലേ. ബഗ്സ് എന്നാണ് നമ്മൾ പ്രോഗ്രാം എറേഴ്സിനെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. എന്താണ്, 7 ഫേസസ് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ വരുന്നത് എന്തായിരുന്നു, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് പറഞ്ഞു. ദെൻ പിന്നെ എന്തായിരുന്നു, കോഡിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ദെൻ ഫൈനലി ഡോക്യുമെന്റേഷൻ. ഇത്രയുമാണ് നമ്മുടെ ഫേസസ്. ഓക്കെ, അപ്പോൾ അതെന്താന്ന് പേര് എഴുതി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഓഡ് വൺ ഔട്ട് നോക്കിക്കേ, ഓവൽ, റെക്ടാങ്കിൾ, സ്റ്റാർ, പാരലലോഗ്രാം. 4 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ട് വരിക? ഏതായിരിക്കും? സ്റ്റാർ ആണല്ലേ. കാരണം ബാക്കിയുള്ളതെല്ലാം എന്താ, നമ്മുടെ ഫ്ലോ ചാർട്ടിൽ വരുന്ന സിമ്പിൾസ് അല്ലേ. സ്റ്റാർ എന്ന് പറയുന്നത് അതല്ല. അപ്പം ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നത് എന്താണ്, സ്റ്റാർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നോക്കിക്കേ, വിച്ച് ഫ്ലോ ചാർട്ട് സിമ്പിൾ ഹാസ് 1 എൻട്രി ഫ്ലോ ആൻഡ് 2 എക്സിറ്റ് ഫ്ലോ? എന്തായിരുന്നു, ഡിസിഷൻ അല്ലേ. അതായത് നമ്മുടെ ഡയമണ്ട് അല്ലെങ്കിൽ റോംബസ് അങ്ങനെ നമ്മൾ വരയ്ക്കുന്നതായിരുന്നു. എന്ത്, 1 എൻട്രി ഫ്ലോയും 2 എക്സിറ്റ് ഫ്ലോയും ഉള്ള ഒരു സിമ്പിൾ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ്. ഏതായിരുന്നു, എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നെൻ ലിസ്റ്റ് ദ 2 അപ്രോച്ചസ് ഫോളോഡ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ഓർ പ്രോഗ്രാമിംഗ്. ഹൗ ഡു ദേ ഡിഫർ? ഏതായിരുന്നു ആ 2 ടോപ്പ് ഡൗൺ ഡിസൈനും ടോപ്പ് അപ്പ് ഡിസൈനും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചതായിരുന്നു ആ ഒരു അപ്രോച്ചസ്. ആ 2 അപ്രോച്ചസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ റൈറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. എന്തായിരുന്നു, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫിഷ്യൻറ്റ് ഫോർ കോഡിംഗ്, അതുപോലെ എഫക്റ്റീവ് അനാലിസിസ്. ഇതൊക്കെ നമ്മൾ എന്തിലാണ് വരുന്നത്, ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്.
ക്ലിയർ ആണല്ലോ അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം അൽഗോരിതം എഴുതിയിട്ട് ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം. നമുക്ക് നേരെ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് എഴുതി, സ്റ്റാർട്ട് കൊടുത്തു. നമുക്കൊരു നമ്പർ റീഡ് ചെയ്യണോ അല്ലേ? ഓക്കെ, നമുക്ക് ഏത് നമ്പർ ആണോ ഓഡാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടേ, ആ നമ്പർ റീഡ് ചെയ്യണ്ടേ. അതിന് നമ്മൾ റീഡ് n എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. n mod 2 = 0. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ട്രൂ ആണെങ്കിൽ എന്താണ്? ട്രൂ ആണെങ്കിൽ അത് ഈവൺ ആയിരിക്കും. ദെൻ ഫോൾസ് ആണെങ്കിലോ അത് ഓഡ് ആയിരിക്കും. ഓക്കെ, ഓഡ് എന്ന് പ്രിന്റ് ചെയ്യാം. ദെൻ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഫൈനലി സ്റ്റോപ്പ്. ഉണ്ടല്ലോ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്താ? ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. ദെൻ നമുക്ക് എന്തൊക്കെ റീഡ് ചെയ്യണം? പി വേണം, എൻ, ആർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? I = P × N × R/100. അതാണ് നമ്മുടെ ഇക്വേഷൻ. അത് നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പിൽ കൊടുത്തു. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യണോ അല്ലേ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് I എന്ന് കൊടുത്തു. അപ്പോൾ I എന്ന് പറയുന്നിടത്ത് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. ഇത് നമ്മൾ പ്രിന്റ് ഔട്ട്പുട്ടാണ്. ദെൻ സ്റ്റോപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. നിങ്ങൾ ആദ്യം അൽഗോരിതം എഴുതി നോക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു റീഡ് എ നമ്പർ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഫാക്ടോറിയൽ. ഇത് അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് 5ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 × 4 × 3 × 2 × 1 120. ഇതായിരിക്കും 5ന്റെ ഫാക്ടോറിയൽ. ഓക്കെ, 120 എന്ന് പറയുന്നതാണ് 5ന്റെ ഫാക്ടോറിയൽ. എങ്ങനെ കിട്ടിയേ? 5 - 1 4 ചെയ്തു, ഇൻറ്റു ആ 4 - 1 3 ചെയ്തു, ഇൻറ്റു ആ 3 - 1 2. അങ്ങനെ നമ്മൾ 1 വരെ എത്തി. 0 എടുക്കരുത്, 0 എടുത്തു കഴിഞ്ഞാൽ എന്താ? ഫുൾ ടേം 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. ദെൻ നമുക്കൊരു നമ്പറിൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അപ്പം നമുക്കൊരു നമ്പർ റീഡ് ചെയ്യണം അല്ലേ? അപ്പം ഞാൻ റീഡ് x എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, x എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനൊരു f = 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് x > 0. ഓക്കെ, x 0-നേക്കാളും വലുതാണെങ്കിൽ. ക്ലിയർ ആവുന്നുണ്ടാവില്ല, നമുക്ക് നോക്കാം. If x > 0. ഓക്കെ, x > 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ് ആണെങ്കിൽ f = f × x, then x = x - 1. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? ഈ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, ഇനി നോ ആണെങ്കിലോ? നോ ആണെങ്കിൽ നമ്മൾ നേരെ പ്രിന്റ് f. ഓക്കെ, ദെൻ സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് വരാം. ഓക്കെ, ഇത് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എക്സ് റീഡ് ചെയ്തു. ഓക്കെ, ഇനി എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം നമ്മളിവിടെ ഒരു ടേബിൾ നമുക്ക് നോക്കാം. ഓക്കെ, എക്സ് ഉണ്ട്, അതുപോലെ തന്നെ എഫ് ഉണ്ട്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ 5 എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ,
ഈ നമ്മളിവിടെ മേളിൽ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണ എഴുതിയപ്പോഴേക്കും എന്താ 1 × 5 1 × 4 1 × 3 1 × 2 1 × 1 അങ്ങനെ നമുക്കത് സ്പെസിഫൈ ചെയ്യാമല്ലോ ഓരോ നമ്പറിനെ. ഓക്കെ, അപ്പോൾ ആ ഒരു 1 ആണ് ഞാൻ F = 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ് എച്ച് എന്ന് പറയുന്നത് >0 ആണെങ്കിൽ ആണോ, എച്ച് എന്ന് പറയുന്നത് >0 ആണോ. 5 അല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന എച്ച് >0 ആണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, F × H ചെയ്യാം. അതായത് F = F × H എന്ന് പറയുമ്പോൾ F ഇപ്പം ഇവിടെ എന്താണ് 1 ആണല്ലേ. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് എന്തായി, F × H എന്ന് പറയുമ്പോഴേക്കും 1 × 5 എന്നായി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, എച്ചിനെ ഡിക്രിമെന്റ് ചെയ്തു, H-1, അപ്പം എന്തായി, ഇത് 4 ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാണ്. ഇപ്പം എച്ച് എന്താ 4 ആണല്ലേ, അപ്പം നമ്മൾ പിന്നെയും ചെക്ക് ചെയ്യാണ്. ഇഫ് H > 0. ഓക്കെ, 0-നേക്കാളും വലുതാണോ എച്ച്, വലുതാണല്ലേ, 4 0-നേക്കാളും വലുതാണ്. അപ്പം എന്ത് ചെയ്യണം, എഗെയിൻ നമ്മൾ F = F × H ചെയ്യണം. ഇപ്പം F എന്താണ് 5 ആണ്. അപ്പം 5 × H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 4 എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് 20 കിട്ടും. ഓക്കെ, എഗെയിൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക, H-1, അപ്പം എന്തായി, 4 3 ആയി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ചെക്ക് ചെയ്യുക. ഇഫ് H > 0 ആണോ, ആണല്ലേ, 3 > 0 ആണ്. അപ്പം എന്ത് ചെയ്യുക, F = F × H. അപ്പം എന്തായി, 20 × 3 എന്ന് വരും. ഓക്കെ, ഇവിടെ F ഇപ്പം 20 ആണ്, H 3 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, 60 എന്ന് കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ, H = H-1. അപ്പം നമ്മൾ 3-നെ 2 ആക്കി. എഗെയിൻ ചെക്ക് ചെയ്തു, ഇഫ് H > 0 ആണ്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ F × H ചെയ്യുക. അപ്പം എന്ത് കിട്ടി, 120 എന്ന് കിട്ടി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, H-നെ പിന്നെയും ചെറുതാക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്തു, 1 > 0 ആണോ, ആണ്. അപ്പം എന്ത് ചെയ്യുക, 1 × F × H ആണ്. അപ്പം 120 × 1 എന്ന് പറയുമ്പോൾ 120. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ H = H-1 ചെയ്തു. അപ്പം എന്തായി, 0 ആയി. ഇനി നോക്കിക്കേ, H > 0 ആണോ, അല്ല. അപ്പം എന്ത് ചെയ്യുക, F പ്രിന്റ് ചെയ്യുക. F എത്രയാ, 120. അപ്പം ആൻസർ ആയില്ലേ, നമ്മുടെ 5-ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 120 ആയിരുന്നല്ലേ. അപ്പം നമുക്ക് ആൻസർ കിട്ടിയാണ്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫാക്ടോറിയൽ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എ ഡിജിറ്റ്, സ്ക്വയേഴ്സ് ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഓക്കെ, എന്താണ്, നമ്മളിപ്പോൾ ഒരു നമ്പർ കൊടുക്കുകയാണ് 2 3 5, ഒരു നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിജിറ്റ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് ആണ് എന്താണ്, അതായത് 2² + 3² + 5². ഓക്കെ, അതെന്താന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു അൽഗോരിതം എഴുതണം. കണ്ടോ, നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്തു, ആ നമ്പറിൽ ഓരോ ഡിജിറ്റിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് കാണാം. ഓക്കെ, അപ്പം എങ്ങനെ എഴുതും, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം. ഞാനിപ്പോൾ സ്റ്റെപ്പിന് ജസ്റ്റ് S എന്ന് കൊടുക്കുകയാണ്, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റാർട്ട് അല്ലേ, നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വരുന്നത്, നമുക്ക് സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടേ, അപ്പം നമ്മൾ തൽക്കാലം സമ്മിന് 0 എന്ന് കൊടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ, അടുത്ത നമുക്ക് ഒരു നമ്പർ റീഡ് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പം അതിനെ ഞാൻ N എന്ന് കൊടുത്തു. ഇനി അടുത്തത് എന്താ, ഇഫ് N > 0, N 0-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ റിപ്പീറ്റ് സ്റ്റെപ്പ് 5 6 and 7, 3 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് സ്റ്റെപ്പ് എന്ന് നോക്കിക്കേ. 5 എന്താ, സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിമൈൻഡർ, റിമൈൻഡർ കണ്ടുപിടിക്കണം. അപ്പോൾ റിമൈൻഡർ = N mod 10. ഓക്കെ, മോഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിമൈൻഡർ കാണാനാണ് കേട്ടോ. അപ്പോൾ N mod 10 എന്ന് പറയുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, അടുത്ത സ്റ്റെപ്പിൽ S = S + റിമൈൻഡർ × റിമൈൻഡർ. ഓക്കെ, ദെൻ അടുത്തത് എന്താ, S = N, അടുത്ത സ്റ്റെപ്പ് 7th സ്റ്റെപ്പ് N = N/10. ദെൻ 8th സ്റ്റെപ്പിൽ നമ്മൾ S പ്രിന്റ് ചെയ്യുക. ദെൻ ഫൈനൽ സ്റ്റെപ്പിൽ സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മുടെ അൽഗോരിതം വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, S എന്ന് പറഞ്ഞ് 0 എന്ന് കൊടുത്തു, നമ്മൾ N റീഡ് ചെയ്തു, ഒരു നമ്പർ നമുക്ക് എടുക്കണം അല്ലേ, നമ്പർ N റീഡ് ചെയ്തു. ദെൻ N 0-നേക്കാളും വലുതാണെങ്കിൽ, ഓക്കെ, ഇഫ് N > 0 എന്ത് ചെയ്യുക, 5 6 7 ഇത് റിപ്പീറ്റ് ചെയ്യുക. എന്താണ്, റിമൈൻഡർ കണ്ടുപിടിക്കുക, N / 10 ചെയ്യുക. എന്നിട്ട് S = എന്താകും, S + റിമൈൻഡർ × റിമൈൻഡർ എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, N = N/10. ഓക്കെ, അതിനുശേഷം S പ്രിന്റ് ചെയ്യുക, ദെൻ സ്റ്റോപ്പ്. ഇങ്ങനെയാണ് അതിന്റെ അൽഗോരിതം എഴുതുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ആർ ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്. ഏതാണ്
ടെർമിനൽ ഉണ്ട്, പാരലലോഗ്രാം ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റോംബസ്, ഡിസിഷന് വേണ്ടിയിട്ട് റോംബസ് നമ്മൾ യൂസ് ചെയ്യും, കണക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോ ലൈൻസ്, അങ്ങനെ കുറേ സിമ്പിൾസ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഓരോന്നും എഴുതുക. ദെൻ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോൺ ആസ് എന്തായിരുന്നു? സോഴ്സ് കോഡ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? സോഴ്സ് കോഡ്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് എറേഴ്സ്? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? സിൻടാക്സും പഠിച്ചു, അതുപോലെ തന്നെ ലോജിക്കും പഠിച്ചു. ലോജിക്കൽ എറേഴ്സും സിൻടാക്സ് എറേഴ്സും. ഓക്കെ, ദെൻ കമ്പയർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു അൽഗോരിതം എഴുതിയിട്ട് കമ്പയർ ചെയ്ത് കാണിക്കാം, അപ്പോൾ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. നമ്മുടെ 3rd ചാപ്റ്റർ ആയിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മൊത്തം എന്തൊക്കെയാണ് പഠിച്ചത്? സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ അപ്രോച്ചസ് ഉണ്ട്. 2 അപ്രോച്ച് പഠിച്ചു അല്ലേ? ടോപ്പ് ഡൗണും അതുപോലെ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞ 2 അപ്രോച്ചസ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കണ്ടന്റ് ആയ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അല്ലേ? അതിൽ തന്നെ അൽഗോരിതം ഫ്ലോ ചാർട്ട് നമ്മൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ദെൻ ലാസ്റ്റ് നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷൻ ആയിരുന്നു ഒരു അൽഗോരിതത്തിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പം അൽഗോരിതം സ്കൂളിൽ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് എടുത്ത് വെക്കുക, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ്റെ അൽഗോരിതം എഴുതുക, ഫ്ലോ ചാർട്ട് വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഇത് രണ്ടും എങ്ങനെ എഴുതണം എന്നുള്ളത്, വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ see you in the next video. Bye.